പാസ് ഔട്ട് ആവുന്ന ഒരു ബാച്ച് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 100 സ്റ്റുഡൻസ് എന്ന് എടുക്കാം. ഈസി ആയിട്ട് പെർസെന്റേജ് മനസ്സിലാവാൻ 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ 100 സ്റ്റുഡൻസിന്റെ 10 വർഷത്തെ ഇവരുടെ ഒബ്സർവേഷൻ ആണ്. അവരോട് 79 ചോദിച്ച 2 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? ഒന്നാമത്തെ കാര്യം ക്ലിയർ. രണ്ടാമത്തെ ചോദ്യം അത് എഴുതി വെച്ചിട്ടുണ്ടോ എന്നായിരുന്നു. ഒരു ലക്ഷ്യമുണ്ടോ, അത് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പോ 84% കുട്ടികളും പറഞ്ഞത് ഞങ്ങൾക്ക് ലക്ഷ്യമൊന്നുമില്ല, കാരണം ഞങ്ങള് ഹാർവാർഡ് ബിസിനസ് സ്കൂളിലാണ് പഠിക്കുന്നത്, ഇവിടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല നല്ല കമ്പനിയിൽ ജോലി കിട്ടും, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല, നല്ല ജോലി കിട്ടിയാൽ പോകും. 13% കുട്ടികൾ പറഞ്ഞത് 13, അതായത് 100 കഴിച്ച് കൂട്ടിയാൽ 13 ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ക്ലിയർ. മൂന്നാമത്തെ കാറ്റഗറി 3%, അതായത് 100ൽ 3 ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, അതിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവര് പിന്നീട് ചെയ്തത് 79 ഇവരെ ഇന്റർവ്യൂ ചെയ്തു. 10 വർഷം കഴിയുമ്പോൾ 1989 അവരെ വീണ്ടും ഒരു ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇവർ നോക്കിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കരിയറിൽ അവരെവിടെയൊക്കെ എത്തിയിട്ടുണ്ട്, ഏതൊക്കെ ലെവലിൽ അവരുടെ വെൽത്ത്, ബാക്കിയുള്ള അവരുടെ പൊസിഷൻ, സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇവര് സ്റ്റഡി കൺക്ലൂഡ് ചെയ്യുന്നത്. അവർ പറയുന്നത്, അവരുടെ സ്റ്റഡി ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, എനിക്ക് ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരെക്കാളും 13% ആൾക്കാർ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ അപ്പോഴത്തെ അവസ്ഥ, അപ്പോഴത്തെ സാഹചര്യം, അവരുടെ സ്റ്റാറ്റസ് 2 മടങ്ങ് മികച്ച രീതിയിലായിരുന്നു. ലക്ഷ്യമില്ല എന്ന് പറഞ്ഞവരെക്കാളും 2 മടങ്ങ് മികച്ച രീതിയിലായിരുന്നു. എന്നാൽ 3% ആളുകൾ ലക്ഷ്യമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ അപ്പോഴത്തെ സാഹചര്യം ആദ്യം പറഞ്ഞ കാറ്റഗറിയെക്കാളും 10 മടങ്ങ് മെച്ചപ്പെട്ട നിലയിലായിരുന്നു എന്നതാണ്. അതിന്റെ അർത്ഥം എഴുതി വെക്കുക. ലക്ഷ്യം ഉണ്ടാവുന്നത് കൊണ്ട് വലിയ കാര്യമില്ല, ലക്ഷ്യം മനസ്സിലുണ്ടാവുന്നതിന്റെ റിസൾട്ട് വേറെയാണ്, അത് ഇല്ലാതിരിക്കുന്നതിന്റെ റിസൾട്ട് വേറെയാണ്. ലക്ഷ്യം ഉണ്ടായിട്ട് അത് കൃത്യമായി എഴുതി വെച്ച ആക്ഷൻ പ്ലാനോട് മുമ്പിലോട്ട് പോകുന്നതിന്റെ റിസൾട്ട് വേറെയാണ്. അപ്പോ ഇത് പ്രൂവൺ സ്റ്റഡിയാണ്. അവർ 10 വർഷം ഒബ്സർവ് ചെയ്ത് ഭാഗ്യത്തിന് ആരും മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ നടത്തിയ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് ആണ്. എന്താണ്? 3%, 13%, 84%.